കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയത്തിലൂടെ ചരിത്രം കുറിക്കാൻ LDF ഒരുങ്ങുകയാണ്. എന്നാൽ ഭരണ തുടർച്ച എന്ന ലക്ഷ്യത്തിനപ്പുറം പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര അടിത്തറയും സംഘടനാ സംവിധാനവും നേരിടുന്ന വെല്ലുവിളികൾ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുന്നു. വികസനത്തിന് മുൻഗണന നൽകുമ്പോഴും പാർട്ടിയുടെ അടിസ്ഥാന നിലപാടുകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ചയ്ക്കായി പടയൊരുക്കം നടത്തുമ്പോൾ തുടർച്ചയായ അധികാരം പാർട്ടിയുടെ അടിത്തറയെ ദുർബലപ്പെടുത്തുമോ എന്ന ആശങ്ക ഒരു വിഭാഗം പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ബംഗാളിലെ 34 വർഷത്തെ ഭരണത്തിന് ശേഷം CPM നേരിട്ട രാഷ്ട്രീയ തകർച്ചയെ അടിസ്ഥാനമാക്കി പ്രശസ്ത എഴുത്തുകാരൻ K. സച്ചിദാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. തുടർച്ചയായ ഭരണം സംഘടനയുടെ കരുത്ത് ചോർത്തുമെന്നും പാർട്ടിയുടെ വിശ്വാസ്യത നിലനിർത്താൻ പ്രതിപക്ഷത്തിലിരിക്കുന്നതാണ് ഉചിതമെന്നുമാണ് ഒരു വിഭാഗം ഇടതുപക്ഷ അനുഭാവികളുടെ വാദം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം ഊഴത്തിൽ BJP വിരുദ്ധ നിലപാടുകൾ പാർട്ടിയും സർക്കാരും മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന വിമർശനം ശക്തമാണ്. മുൻപ് ഗുജറാത്ത് മോഡലിനെ പുകഴ്ത്തിയതിന് MP അബ്ദുള്ള കുട്ടിയെ പുറത്താക്കിയ CPM ഇപ്പോൾ ഗുജറാത്തിലെ ഡാഷ്ബോർഡ് സംവിധാനം പഠിക്കാൻ ഔദ്യോഗിക പ്രതിനിധികളെ അയച്ചത് വലിയ ചർച്ചയായിരുന്നു. കൂടാതെ സംസ്ഥാനത്തൊരു ചടങ്ങിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം മന്ത്രി VN വാസവൻ വായിച്ചതും ഇടതു കേന്ദ്രങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. നയപരമായ കാര്യങ്ങളിലും പാർട്ടി വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകളെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനവും വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പാരിസ്ഥിതിക ആശങ്കകളെ അവഗണിക്കുന്നതും പാർട്ടിയുടെ പരമ്പരാഗത നിലപാടുകളിൽ നിന്നുള്ള വ്യതിയാനമായിട്ടാണ് വിമർശകർ കാണുന്നത്. PM ശ്രീ പദ്ധതി പോലുള്ള വിഷയങ്ങളിൽ പാർട്ടി അറിയാതെ സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നതും മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമായിട്ടുണ്ട്. ഇടതുപക്ഷത്തിനുള്ളിലെ ഈ ആശയപരമായ ആശയക്കുഴപ്പങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നയിക്കുന്ന UDF. യഥാർത്ഥ ഇടതുപക്ഷ പ്രവർത്തകർ തങ്ങളോടൊപ്പം ചേരുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. എന്നാൽ UDF ദുർബലമായാൽ അത് BJPക്ക് കേരളത്തിൽ ഇടം നൽകുമോ എന്ന ആശങ്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ട്. കേവലം ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം പാർട്ടിയുടെ ആദർശവും പ്രസക്തിയും സംരക്ഷിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ CPMന് മുന്നിലുള്ളത്.